ഹായ് മൈ ഡിയർ സ്റ്റുഡൻസ്, ഏവർക്കും ആപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രൽസിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ജെ മാത്സിൻ്റെ ഈ ചാനലിലൂടെ നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഇൻ്റഗ്രേഷൻ്റെ ചില ആപ്ലിക്കേഷൻസ് ആണ്. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ കുറേ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ഡെഫിനറ്റ് ഇൻ്റഗ്രൽസിൻ്റെ ചില പ്രോപ്പർട്ടീസും അതുപയോഗിച്ചുള്ള ഇൻ്റഗ്രേഷനും ഒക്കെയാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു ഡെഫിനറ്റ് ഇൻ്റഗ്രൽസിൻ്റെ മീനിങ് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു ഫണ്ടമെൻ്റൽ തിയറം ഓഫ് ഇൻ്റഗ്രൽ കാൽക്കുലസ് വെച്ച് നമ്മൾ പറഞ്ഞിരുന്നു ദാറ്റ്സ് ഏരിയ അണ്ടർ ദി കർവ് ആണ്. അപ്പോൾ ആ ഒരു പ്രോപ്പർട്ടി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഉപയോഗിച്ച് ചെയ്യുന്ന കുറച്ച് ആപ്ലിക്കേഷൻസ് മാത്രമാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ എന്താണ് ഈ ഏരിയ അണ്ടർ ദി കർവ്? അത് നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ കഴിഞ്ഞ തവണ നമ്മൾ പഠിച്ചത് ഇൻ്റഗ്രൽ എ ടു ബി ഇങ്ങനെയായിരുന്നു നമ്മൾ പഠിച്ചിരുന്നത്. ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ ഈ എഫ് എക്സ് എന്ന് പറഞ്ഞ ഗ്രാഫിൻ്റെ അണ്ടറിലുള്ള ഏരിയ ആണ്. അതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറയും എ മുതൽ ബി വരെയുള്ള എക്സ് വേരി ചെയ്യുമ്പോൾ ഈ എഫ് എക്സ് എന്നുള്ള ഫങ്ഷൻ്റെ അണ്ടർ ദി ഏരിയ ആണ്, ഏരിയ അണ്ടർ ദാറ്റ് കർവ്. നമുക്കതിനെപ്പറ്റി ഒന്ന് വിശദമായിട്ട് പഠിക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു കർവ് എടുത്തിട്ടുണ്ട്. കർവ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ എക്സ് സ്ക്വയർ മൈനസ് 3 എന്ന് പറഞ്ഞതാണ് കർവ്. എഫ് എക്സ് ഇസിക്വൽ എക്സ് സ്ക്വയർ മൈനസ് 3 എന്ന് പറഞ്ഞൊരു കർവ് നമുക്ക് നമ്മുടെ ഈ ഗ്രാഫിൽ കാണാൻ സാധിക്കും. നമുക്കറിയാമല്ലോ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ അതൊരു പരാബോളയാണ്. അത് -3 ചെയ്യുമ്പോൾ നമുക്കറിയാം അത് കുറച്ചും കൂടെ അത് താഴോട്ട് വരും, 3 യൂണിറ്റ്സ് താഴോട്ട് വരും. ഇങ്ങനെയാണ് -3. അപ്പോൾ y ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 3 പരാബോളയ്ക്ക് പാത്ത്. ഇതാണ് നമ്മൾ ചെയ്തു. ഇനി ഞാൻ ഈ കർവിനെ അപ്പോൾ നമ്മുടെ അടുത്ത് എഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എഫ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ മൈനസ് 3 എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ എഫ് എക്സിൻ്റെ സ്ഥാനത്ത് എഫ് എക്സ് ഇസ് ഈക്വൽ ടു സ്ഥാനത്ത് എക്സ് സ്ക്വയർ മൈനസ് 3 എന്നാണ് കർവ്. ഈ കർവിനെ ഞാൻ ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഇനി ഞാനിവിടെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പോകുന്ന ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 2 മുതൽ ഇഷ്ടമുള്ള ഒരു ലിമിറ്റ് എടുക്കാം. ഞാൻ എടുക്കുന്നത് 2 മുതൽ 4 വരെയുള്ള ഒരു ലിമിറ്റാണ്. അപ്പോൾ നമ്മൾ ഇൻ്റഗ്രൽ എ ടു ബി എഫ് എക്സ് ഡി എക്സ് എന്നുള്ള സ്ഥാനത്ത് ഇൻ്റഗ്രൽ 2 to 4 എക്സ് സ്ക്വയർ മൈനസ് 3 ഇത് എഫ് എക്സ് 2 to 3 എന്നുള്ളത് എയും ബിയും ഡി എക്സ് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. അപ്പോൾ എന്താണ് കിട്ടുന്നത് നമുക്ക് നോക്കാം. നമ്മളിവിടെ ഇൻ്റഗ്രൽ 2 to 4 ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്നത് ഇതാണ് കിട്ടുന്നത്, ഏരിയ അണ്ടർ ദി കർവ്. ഈ ഏരിയ അണ്ടർ ദി കർവ് കണ്ടോ, ഈ കർവ് എന്ന് പറഞ്ഞത് ഇതാണ് എക്സ് സ്ക്വയർ മൈനസ് 3 എന്നുള്ള കർവാണ്. ഈ കർവിൻ്റെ അണ്ടറിലുള്ള ഏരിയ എവിടെ മുതലാണ് നോക്കിക്കുകയും 2 മുതൽ ഇതാണ് 2, എക്സിന് 2 കൊടുക്കുമ്പോൾ ഇത് എക്സിന് 4 കൊടുക്കും. ഈ 2 മുതൽ 4 വരെ ഈ കർവിൻ്റെ അണ്ടറിലുള്ള ഏരിയ ആണ് നമുക്ക് കിട്ടിയത്. ഉണ്ടാവും പോസിറ്റീവ് എക്സ് ആക്സിസിലുള്ള ഈ ഏരിയ ആണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ ഏതൊരു കർവിനും അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ഇവിടെ എക്സ് വേരി ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് ഏരിയ അണ്ടർ ദിസ് കർവ്. അപ്പോൾ എക്സ് വേരി ചെയ്യുന്ന 2 മുതൽ 4 വരെയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ പറയുന്നത് ഇവിടെ കണ്ടോ എക്സ് വേരി ചെയ്യുന്നു, അതാണ് എക്സ് വേരി ചെയ്യുന്നതിൻ്റെ ലിമിറ്റാണ് നമ്മൾ പറഞ്ഞത് 2 to 4. അപ്പോൾ നമുക്ക് ഇതിനെ നമുക്കൊന്ന് കൃത്യമായിട്ട് നമുക്കൊന്ന് എഴുതി വയ്ക്കാം. ഏരിയ അണ്ടർ ദി കർവ്, ഇൻ്റഗ്രൽ ഏരിയ അണ്ടർ ദി കർവ്. അപ്പോൾ എഴുതിക്കും മക്കളെ, ഏരിയ അണ്ടർ ദി കർവ്, ഏരിയ അണ്ടർ ദി കർവ്, നമുക്ക് ജനറലൈസ് ചെയ്യാം. y ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഫ്രം എ ടു ബി. അതായത് എക്സ് വേരി ചെയ്യുന്ന എ മുതൽ ബി വരിക. എ ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എ ടു ബി. ഇവിടെ y എന്ന് പറയുന്നത് y ഈസ് ഈക്വൽ ടു എഫ് എക്സ് ആണ്. സോ y ഡി എക്സ്. അപ്പോൾ എ ടു ബി വരെ നമ്മളിപ്പോൾ ചെയ്തത് ഇത് തന്നെയാണ്. എ മുതൽ ബി വരെ 2 മുതൽ 4 വരെ ഈ എക്സ് സ്ക്വയർ മൈനസ് 3നെ ഇൻ്റഗ്രേറ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഏരിയ ആണ് ഇൻ്റഗ്രൽ എ ടു ബി വൈ ഡി എക്സ്. നമുക്കറിയാം ഏരിയ എന്ന് പറഞ്ഞാൽ ഒരു സ്കേലാർ ക്വാണ്ടിറ്റി ആണ്. ദാറ്റ്സ് ഓൾവേസ് പോസിറ്റീവ്. നമ്മൾ അതിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ഒരിക്കലും നെഗറ്റീവ് എന്ന് പറയത്തില്ല, സൈൻ ഇല്ല അതിന്. പോസിറ്റീവ് നെഗറ്റീവ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു സൈനാണ്. അപ്പോൾ ഇത് സ്കേലാർ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ മോഡുലസ് എടുക്കും. അപ്പോൾ ഏരിയ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് പോസിറ്റീവ് കിട്ടിയാലും നെഗറ്റീവ് കിട്ടിയാലും നമ്മളതിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രമേ എടുക്കത്തുള്ളൂ. അപ്പോൾ അത്തരത്തിൽ നമുക്കൊന്ന് എഴുതി വയ്ക്കാം. അപ്പോൾ
So the area under the curve y is equal to f of x between the from a to b, that means between the x axis, ഇപ്പോൾ നമ്മൾ ഇതിനകത്ത് കണ്ടല്ലോ, between the x axis from the ordinates at x is from the x coordinates, means from the abscissa a to b and the x axis. അപ്പോൾ നോക്കിക്കേ, ഈ എക്സ് ആക്സിസിന് ഇതാണ് എക്സ് ആക്സിസിനും ഈ എ ബി എന്ന് പറഞ്ഞ ഈ രണ്ട് എക്സ് കോർഡിനേറ്റിനും അപ്പോൾ ഈ ഒരു റീജിയനായി, പിന്നെ എക്സ് ഈസ് ഈക്വൽ ടു 4 എന്ന് പറയുന്ന ഈ ഒരു ലൈനായി, എക്സ് ഈക്വൽ ടു 2 എന്ന് പറഞ്ഞ ഈ ഒരു ലൈനായി, ഈ രണ്ട് അപ്പോൾ ഒരു ബൗണ്ടറി ആയി, അടുത്ത ബൗണ്ടറി എക്സ് ഈക്വൽ ടു 2 ഈ ഒരു ബൗണ്ടറി ആയി, എക്സ് ഈക്വൽ ടു 4 ഈ ഒരു ബൗണ്ടറി ആയി, എക്സ് ആക്സിസ് അടുത്ത ബൗണ്ടറി ആയി, പിന്നെ ഈ കർവ്. അപ്പോൾ ഈ കർവിൻ്റെ അണ്ടറിലുള്ള ഏരിയ ഫ്രം ദി എക്സ് കോർഡിനേറ്റ് ടു ദി എക്സ് കോർഡിനേറ്റ് 4 ആൻഡ് ദി എക്സ് ആക്സിസ്, ഇപ്പോൾ ഒരു ബൗണ്ടറി, ഈ ബൗണ്ടറിക്ക് ഉള്ളിലുള്ള ഏരിയ ആണ് ഇന്റഗ്രൽ a to b y dx എന്ന് പറയുന്നത്. അപ്പോൾ മക്കളെ, നിങ്ങൾക്ക് ആ കാര്യം മനസ്സിലായാലോ? ഈ ഏരിയ കണ്ടുപിടിക്കാൻ വേണ്ടി ഇപ്പോൾ നമ്മൾ അന്ന് പ്രോബ്ലം ചെയ്തപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചിരുന്നു. ഇവിടെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഈ ഒരു ഏരിയ ഇവിടെ ഞാനിവിടെ കാണിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ കുറച്ചും കൂടെ ഈ എ എന്നുള്ളത് കുറച്ചും കൂടെ മാറ്റുമെന്ന് വിചാരിക്കുക, ആണെങ്കിൽ അത് ഇതായിരിക്കും കിട്ടുക. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഏരിയ കൂടും. ഉണ്ടോ? ഇവിടെ നമുക്ക് കിട്ടുന്നത് ഇപ്പോൾ എ എന്ന് പറഞ്ഞാൽ ഞാൻ എടുത്തിരിക്കുന്നത് 1 ആണ്. അപ്പോൾ നമ്മുടെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും, ഇത് 1 എന്നുള്ള പോയിന്റാണ്, 1 മുതൽ 4 വരെ. കണ്ടോ? അപ്പം ഈ കർവിന് എ മുതൽ 1 വരെ ഈ കർവിൻ്റെ അണ്ടറിലുള്ള ഏരിയ ബിറ്റ്വീൻ ദി എക്സ് ആക്സിസ് ഫ്രം 1 to 4. കണ്ടോ? അപ്പോൾ ഇതാണ് ഏരിയ. നമ്മളിത് ഈ എ എന്നുള്ളത് അങ്ങോട്ട് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഇതുണ്ട് കുറച്ചും കൂടെ, ഇപ്പോൾ 3 മുതൽ 4 വരെയുള്ള ഏരിയ, ഇത് 2.4 മുതൽ 4 വരെയാണ്, ഇത് ഓക്കെ, ഇത് 1.7 മുതൽ, ഇത് 2 മുതൽ. നമുക്ക് ഈ കോർഡിനേറ്റ് മാറ്റുവാണെങ്കിൽ ഇതും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ടോ, ഏരിയ അണ്ടർ ദി കർവ്. ഇതൊക്കെ പോകുന്നതനുസരിച്ച് ഏരിയയുടെ വലിപ്പം കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതാണ് ഏരിയ അണ്ടർ ദി കർവ്. ഇവിടെ വേരി ചെയ്യുന്നത് എന്താണെന്ന് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, എക്സ് കോർഡിനേറ്റ് ആണ് ഇങ്ങനെ വേരി ചെയ്തുകൊണ്ടിരിക്കുന്നത്. കണ്ടോ? 3, 4 ആയി, 5 ആയി, 6 ആയി, 7 ആയി. അതുകൊണ്ടാണ് നമുക്ക് ഏരിയ അണ്ടർ ദി കർവ് ബിറ്റ്വീൻ ദി എക്സ് ആക്സിസ് എന്ന് പറഞ്ഞ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിക്കോളും. ദെൻ ഇനി നമുക്ക് ഇതിനെ, അപ്പോൾ നമ്മൾ എഴുതിയല്ലോ, കാര്യം എഴുതിയല്ലോ, ഇന്റഗ്രൽ ഏരിയ അണ്ടർ ദി കർവ് y is equal to f of x from a to b ആൻഡ് ഇത് കുറച്ചും കൂടെ വ്യക്തമായിട്ടാണ് എഴുതിക്കാം. ഏരിയ അണ്ടർ ദി കർവ് y is equal to f of x between the x axis and x is equal to a and x equal to b. രണ്ട് ലൈൻസ് ആണല്ലോ, ഇതാണ് a is equal to, ഒരു ബൗണ്ടറി കംപ്ലീറ്റ്. സോ എക്സ് ആക്സിസ് x is equal to a and x is equal to b is given by a is equal to area is equal to modulus of integral a to b y dx. ഓക്കെ മക്കളെ? ഓക്കെ, ഇനി ഞാൻ ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ട് ഇവിടെ വേരി ചെയ്യുന്ന എക്സ് കോർഡിനേറ്റ് ആണ്. സപ്പോസ് ഇനി വേരി ചെയ്യുന്ന വൈ കോർഡിനേറ്റ് ആണെന്ന് വിചാരിക്കുക. വൈ കോർഡിനേറ്റ് ആണെങ്കിൽ നമ്മൾ എഴുതുമ്പോൾ, ഇന്റഗ്രൽ എഴുതുമ്പോൾ നമുക്ക് കിട്ടേണ്ടത് എന്താണ്? വൈ കോർഡിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടേണ്ടത് വൈ വേരി ചെയ്യുന്നതുകൊണ്ട് നമ്മൾ dy എന്ന് എഴുതണം. അപ്പോൾ ഇവിടെ വൈയിലുള്ളൊരു ഫംഗ്ഷൻ ആയിരിക്കും. നമ്മളിപ്പോൾ പറഞ്ഞത് y is equal to f of x എന്ന് പറഞ്ഞാൽ ഈ y എന്ന് പറഞ്ഞ ഫംഗ്ഷൻ കംപ്ലീറ്റ് fx എക്സിന്റെ ടൈമിലാണ്. അപ്പോൾ നമ്മൾ എഴുതിയത് x² - 3 എന്ന് പറഞ്ഞു. കണ്ടോ? അപ്പോൾ y എന്ന് പറയുന്നത് കംപ്ലീറ്റ് എക്സിന്റെ ടൈമിലാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് dy വന്നിരിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ എഴുതാനുള്ള കാരണം a is equal to ഇങ്ങനെ എഴുതിയിരുന്നു, a to b y dx എന്ന് എഴുതി. അപ്പോൾ നമ്മൾ y-നെ കംപ്ലീറ്റ് എക്സിലേക്ക് മാറ്റിയിട്ട് എഴുതി a to b x² - 3 dx എന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്കറിയാം ഇവിടുത്തെ വേരിയബിൾ എന്ന് പറഞ്ഞാൽ x ആണ്, അതുകൊണ്ടാണ് dx എന്ന് എഴുതിയത്. അത് വേരി ചെയ്യുന്നത് a-യും b-യും ആണ്. അപ്പോൾ ഇനി ഈ സെയിം ഫംഗ്ഷൻ തന്നെയാണ് വിചാരിക്കുക, y is equal to x² - 3. അപ്പം എനിക്ക് വേരി ചെയ്യുന്നത് എക്സ് കോർഡിനേറ്റിന് പകരം y കോർഡിനേറ്റ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ആ ഒരു y ആണ് വേരി ചെയ്യുന്നത് കാണിക്കാൻ വേണ്ടി ഇവിടെ dx എഴുതിയ സ്ഥാനത്ത് ഞാനിവിടെ dy എഴുതും. അപ്പോൾ എനിക്ക് വരുന്ന ഫംഗ്ഷൻ എന്തായിരിക്കണം? ഫംഗ്ഷൻ എന്ന് പറയുന്നത് y-യിലായിരിക്കണം. അപ്പോൾ y എന്നുള്ളതാണെങ്കിൽ അപ്പം ഇതിനകത്ത് നമ്മൾ x കണ്ടുപിടിക്കണം അല്ലേ? y is equal to x² - 3 എന്നുള്ള ഫംഗ്ഷനെ നമുക്ക് x
y പ്ലസ് 3 ഈസ് ഈക്വൽ ടു അല്ലെ, ഈ y ഈ -3 പറയുന്ന y പ്ലസ് 3 ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് എഴുതാം. ഓർ നമുക്ക് വേണമെങ്കിൽ എക്സിനെ ഒന്ന് കണ്ടുപിടിക്കുവാണെങ്കിൽ റൂട്ട് ഓഫ് y പ്ലസ് 3 എന്ന് വരും. അതാണ് എക്സ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ കംപ്ലീറ്റ് നമ്മൾ എഴുതുമ്പോൾ അപ്പോൾ നമുക്കറിയാം y വേരി ചെയ്യുന്ന വൈയുടെ ടേമിലെ ഫംഗ്ഷനെ കംപ്ലീറ്റ് എക്സ്പ്രസ് ചെയ്യാം. അപ്പോൾ നമ്മൾ എഴുതുമ്പോൾ എങ്ങനെ എഴുതാം? നമുക്ക് വേരി ചെയ്യുന്നത് സി മുതൽ ഡി വരെയാണെന്ന് വിചാരിക്കുക. വേറെ ഒരു ലിമിറ്റ് പറയുന്നേ ഉള്ളൂ. y ആ വേരി ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എഴുതുമ്പോൾ എക്സ് ഡി വൈ എന്ന് എഴുതും. ഓക്കെ, സി ടു ഡി എക്സ് ഡി വൈ. അപ്പോൾ നമ്മൾ ഇതിനെ മോഡുലസ് ആണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എടുക്കുന്നത്. ഇവിടുത്തെ എക്സിന് പകരം നമുക്ക് എന്തെഴുതാം? ഇന്റഗ്രൽ സി ടു ഡി എക്സ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് y ആണ്, എഫ് ഓഫ് y എന്ന് എഴുതാം. കാരണം അങ്ങോട്ട് കണ്ടോ, എക്സ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് y ഡി വൈ. അപ്പൊ ഇത് ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുന്നത്? നമുക്ക് ഇതും ഏരിയ ആയിരിക്കുമല്ലോ. ഏരിയ ഇന്റഗ്രേഷൻ, ഡെഫിനറ്റ് ഇന്റഗ്രൽ ഈസ് ഓൾവേസ് നമുക്ക് തരുന്നത് എപ്പോഴും ഏരിയ അണ്ടർ ദി കർവ് ആണ്. അപ്പൊ നമുക്ക് അതിനെപ്പറ്റി നോക്കാം. ഇവിടെ ഞാൻ നമ്മുടെ സെയിം കർവ് തന്നെ ഉണ്ട്, y ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 3. അപ്പോൾ നമ്മൾ അതിനകത്ത് നിന്ന് എക്സ് എലിമിനേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എക്സ് ഈസ് ഈക്വൽ റൂട്ട് ഓഫ് y പ്ലസ് 3 ഇപ്പോൾ നമുക്ക് കിട്ടി. അപ്പോൾ ആ ഒരു ഫംഗ്ഷനെ ഞാനൊന്ന് ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. എൻ്റെ വേരി ചെയ്യുന്നത് ഇതാ, ഇവിടെ ഞാൻ എക്സ് എന്ന് പറയുന്നത് വേരി ചെയ്യുന്നത് എക്സ് അല്ല, ഇവിടെ y ആ വേരി ചെയ്യുന്നത് കാണാൻ സാധിക്കും കേട്ടോ. y ഇവിടെ മുതൽ മുകളിലിട്ട് ഇങ്ങനെ വേരി ചെയ്യാം. y കോർഡിനേറ്റാണ് മാറുന്നത്. അപ്പോൾ നമുക്ക് ഇതും രണ്ടും അപ്പർ കോർഡിനേറ്റ് മാറുവാണെങ്കിൽ അങ്ങനെ മാറും. സപ്പോസ് ഞാൻ ഇപ്പോൾ എടുക്കുന്ന 2 to 4, നമ്മൾ നേരത്തെ എടുത്ത 2 to 4 നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഇവിടെ എടുക്കുന്നത് 2 to 4. അപ്പം ഞാൻ എടുത്തിരിക്കുന്നത് 2 മുതൽ 4 വരെയുള്ള റേഞ്ചാണ്. നോക്കിക്കേ, ഇപ്പം ഞാൻ ഇൻ്റഗ്രേറ്റ് ചെയ്തത് ഇതാണ്, ഇൻ്റഗ്രൽ 2 to 4. അവിടെ വേരി ചെയ്ത് ഏതാണ്? 2 മുതൽ 4 വരെ വേരി ചെയ്യുന്നത് y ആണ്. അപ്പോൾ 2 to 4 എക്സ് ഡി വൈ ചെയ്താൽ എനിക്ക് കിട്ടുന്നത് കണ്ടോ മക്കളെ, ഈ ഏരിയ അണ്ടർ ദി കർവ്, ഇതാണ് നമ്മുടെ കർവ്. ഏരിയ അണ്ടർ ദി കർവ് എവിടെയെല്ലാം ഉള്ളത് ഏരിയയാണ്? ബിറ്റ്വീൻ ദി ഏരിയ അണ്ടർ ദി കർവ്, ഈ കർവിൻ്റെ അണ്ടറിൽ ബിറ്റ്വീൻ ദി y കോർഡിനേറ്റ് y ഈക്വൽ ടു 2 ആൻഡ് y ഈക്വൽ ടു 4. അപ്പോൾ ഒരു ബൗണ്ടറി ആയി. y ഈക്വൽ ടു 4 എന്ന് പറഞ്ഞാൽ ഈ ഒരു ലൈനാണ്, y ഈക്വൽ ടു 2 എന്ന് പറഞ്ഞാൽ ഈ ഒരു ലൈനാണ്. അപ്പോൾ ഈ രണ്ട് ബൗണ്ടറി ആയി. പിന്നെ എന്താ കിട്ടുന്നത്? ഈ കർവാണ് ആൻഡ് ദി y ആക്സിസ്. അപ്പോൾ നോക്കിക്കേ, ഈ ഏരിയ കിട്ടി. അപ്പോൾ നേരത്തെ നമുക്ക് കിട്ടിയത് നോക്കിക്കേ, ഏരിയ അണ്ടർ ദി കർവ് ഇതായിരുന്നു നമുക്ക് നേരത്തെ കിട്ടിയത്. ഏരിയ അണ്ടർ ദി കർവ് ബിറ്റ്വീൻ ദി എക്സ് ആക്സിസ് ആൻഡ് ദി എക്സ് കോർഡിനേറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 2, എക്സ് ഈക്വൽ ടു 4. ഇവിടെ നമ്മൾ ഈ സെയിം സാധനം തന്നെ വൈയിലാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതെങ്കിൽ ഇൻ്റഗ്രൽ 2 to 4 എക്സ് ഡി വൈ എന്ന് വരും. അപ്പം നമുക്ക് കിട്ടുന്ന നോക്കിയാൽ ഏരിയ ബിറ്റ്വീൻ ദി കർവ് അണ്ടർ ദി കർവ് ബിറ്റ്വീൻ വൈ ആക്സിസ് ഒരു ബൗണ്ടറി ആയി, ബിറ്റ്വീൻ ദി കർവ് എന്ന് പറയുമ്പോൾ ഈ ബൗണ്ടറി ആയി, ആൻഡ് ദി എക്സ് ഈസ് ഈക്വൽ ടു വൈ ഈസ് ഈക്വൽ ടു 2 ആൻഡ് വൈ ഈസ് ഈക്വൽ ടു 4. അപ്പോൾ കണ്ടോ, അപ്പോൾ നമ്മൾ ഏരിയ എഴുതുമ്പോൾ എന്ത് എഴുതും? ഇൻ്റഗ്രൽ സി ടു ഡി എഫ് വൈ ഡി വൈ ഈസ് ദി ഏരിയ. മോഡുലസ് എടുക്കാനുള്ള കാരണം നമുക്ക് പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും സ്കെയിലർ ക്വാണ്ടിറ്റി ആയതുകൊണ്ടാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു മീനിങ്. നോക്കിക്കേ, അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞതിൻ്റെ മീനിങ് ഇതായിരുന്നു, ഏരിയ അണ്ടർ ദി കർവ്, ഏരിയ അണ്ടർ ദി കർവ് ബിറ്റ്വീൻ ദി എക്സ് ആക്സിസ് ആൻഡ് എക്സ് ഇസ് ഈക്വൽ ടു 2, എക്സ് ഇസ് ഈക്വൽ ടു 4. ഇവിടെ വരുമ്പോൾ ഏരിയ അണ്ടർ ദി കർവ്, ഏരിയ അണ്ടർ ദി കർവ് ബിറ്റ്വീൻ ദി വൈ ആക്സിസ് ആൻഡ് വൈ ഇസ് ഈക്വൽ ടു 2 ആൻഡ് വൈ ഈക്വൽ ടു 4. അപ്പോൾ മക്കളെ ഒന്ന് എഴുതാൻ നമുക്ക് എഴുതിക്കോളൂ. ദി ഏരിയ അണ്ടർ ദി കർവ്, the area under the curve between the y-axis, area under the curve between the y-axis, area under the curve between the y-axis and the coordinate y equal to c and y equal to d, y equal to c, y equal to നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ y is equal to 2, y is equal to 4 and the y-axis. നമ്മൾ എഴുതിയിട്ടുണ്ട്, y-axis എഴുതിയിട്ടുണ്ട്. So area under the curve between the y-axis and the coordinates y is equal to c and y equal to d is a is equal to integral c to d f of y dy, c to d f of y dy. അപ്പോൾ മക്കളെ രണ്ട് കാര്യങ്ങൾ ഓർക്കുക. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ഗ്രാഫും കൂടെ ചെറുതായിട്ടൊന്ന് വരച്ചിടുവാണെങ്കിൽ നല്ലതായിരിക്കും. ഇഷ്ടമുള്ളൊരു കർവ് വരച്ചാൽ മതി, ഇത് തന്നെ വേണമെന്നില്ല. ആദ്യത്തതിന് ഈ ഗ്രാഫ് വരയ്ക്കുക, രണ്ടാമത്തത് നമ്മൾ എഴുതിയിരിക്കുമ്പോൾ ഈ ഗ്രാഫ് വരയ്ക്കുക. അപ്പോൾ വേണമെങ്കിൽ നമ്മൾ റഫായിട്ട് വേണമെങ്കിൽ വേറെ തരത്തിൽ വരച്ചിടാം.
ഞാനൊന്ന് കാണിച്ചു തരാം. ആദ്യത്തേതിൻ്റെ ഗ്രാഫ് വരയ്ക്കുമ്പോൾ നമുക്ക് ചുമ്മാ ഒരു റഫ് ഗ്രാഫ് വരച്ചു ഐഡിയ കിട്ടാൻ വേണ്ടിയാണ്. എക്സ് ആക്സിസ് വൈ ആക്സിസ് വരച്ചു. ഇതാണ് നമ്മുടെ കർവെങ്കിൽ ഇത് എക്സ് ഈസ് ഈക്വൽ ടു എ, ഇത് എക്സ് ഈക്വൽ ടു ബി, എക്സ് ഈക്വൽ ടു ബി, ഈ ലൈന്. ഇത് നമ്മുടെ കർവ് y ഈസ് ഈക്വൽ ടു, അത് കംപ്ലീറ്റ്ലി ഇൻ ടേംസ് ഓഫ് എക്സ് ആണ്. ദെൻ ദ ഏരിയ ഈസ് ദിസ് വൺ, ദിസ് ഇസ് ദ ഏരിയ. ഇതാണ് ഇന്റഗ്രൽ എ ടു ബി വൈ ഡി എക്സിന്റെ ഗ്രാഫ്. വൈ ഡി എക്സ് ഈക്വൽ ടു, നമ്മൾ തിരിച്ചു വരയ്ക്കുകയാണെങ്കിലോ ഇതുപോലെ തന്നെ ഇന്റഗ്രൽ നമ്മൾ അടുത്ത, അപ്പോൾ നമുക്ക് ശരി വരയ്ക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്തത് വരയ്ക്കുവാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും ഇത് നമ്മൾ ഇന്റഗ്രൽ മോഡുലസ് ഓഫ് ഇന്റഗ്രൽ സി ടു ഡി എക്സ് ഡി വൈ ആ ചെയ്യുന്നത്. നമ്മൾ അതിൻ്റെ ഗ്രാഫ് വരയ്ക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ഈ സെയിം വേറൊരു കർവ് ആയിരിക്കട്ടെ, എക്സ് ഡി വൈ. അപ്പം ഇത് നമ്മുടെ കർവ് അങ്ങനെ പോകുന്നു. ഇത് നമ്മുടെ എക്സ് ഈക്വൽ ടു സി, സോറി y ഈസ് ഈക്വൽ ടു സി, ഇത് നമ്മൾ y ഈക്വൽ ടു ഡി. അപ്പൊ ഇതിന്റെ ഏരിയ അണ്ടർ ദി കർവ് എന്ന് പറഞ്ഞാൽ ഈ ഭാഗം വരും. ഇത് ഓക്കെ, ഇത് y ഈക്വൽ ടു സി, ഇത് y ഈക്വൽ ടു ഡി. ഇതിന് നമ്മൾ എക്സ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് y എന്ന് പറയും. കർവ് കണ്ടോ, y ആക്സിസ്. ഇത്ര ഒന്ന് റഫ് ഒരു ഫിഗർ ഒന്ന് സ്കെച്ച് ചെയ്താൽ മതിയാവും. ഓക്കെ മക്കളെ, അപ്പൊ നമുക്ക് ആ ഐഡിയ കിട്ടിയല്ലോ. രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന് dx നാണ് ഇന്റഗ്രൽ a to b y dx is the area under the curve between the x axis and the curve x is equal to a and x is equal to b. Then ഇന്റഗ്രൽ a c to d, അത് എന്തോ ആയിക്കോട്ടെ, c to d x dy ആണെങ്കിൽ area under the curve between the y axis and the coordinates y is equal to c and y equal to d. ആ രണ്ട് കാര്യങ്ങൾ ഓർത്താൽ മതി. ഓക്കെ, ഇപ്പൊ മക്കളെ ഞാൻ ഈ കർവ് ഒന്ന് മാറ്റിയെന്ന് വിചാരിക്കാം. സപ്പോസ് ഞാൻ എടുക്കുന്ന കർവ് ഒരു സർക്കിളാണ്. സർക്കിളിന്റെ ഈ ഒരു സർക്കിളിന്റെ ഇക്വേഷൻ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു 3 സ്ക്വയർ ആണ്. അപ്പോൾ എനിക്ക് ഈ എക്സ് ആക്സിസിനും ഈ 0യ്ക്കും എക്സ് ഈസ് ഈക്വൽ ടു 0 ആൻഡ് എക്സ് ഈക്വൽ ടു 3, ഈ രണ്ട് ലൈനിനും ഈ കർവിനും എക്സ് ആക്സിനും ഇടയ്ക്കുള്ള ഏരിയ എന്ന് പറഞ്ഞാൽ എന്ത് വരണം? ഈ 0 മുതൽ 3 വരെ ഇവിടെ, പിന്നെ ഇങ്ങനെ കറങ്ങി ഈ കർവിന് ഈ ലൈൻ എക്സ് ഈസ് ഈക്വൽ ടു 0, എക്സ് ഈക്വൽ ടു 3 ആൻഡ് എക്സ് ആക്സിസ് എന്ന് പറഞ്ഞാൽ ഈ ഏരിയ ഇടണം. അത് ഞാൻ എന്ത് ചെയ്താൽ മതിയാവും? നമ്മുടെ ഫോർമുല വെച്ചാണെങ്കിൽ ഇന്റഗ്രൽ ഇവിടെ വേരി ചെയ്യുന്നത് 0 മുതൽ 3 വരെ. സോ ഇന്റഗ്രൽ 0 to 3 y dx അല്ലേ, y dx. y എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിനകത്ത് കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് റൂട്ട് ഓഫ് y square is equal to 9 minus x square, or y is equal to root of 9 minus x square. അപ്പോൾ y dx ചെയ്ത് നമുക്ക് എന്ത് കിട്ടണം? ഇന്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് ഈ ഏരിയ കിട്ടും. നോക്കിക്കേ, എക്സ് ആക്സിസ് എക്സ് ഈക്വൽ ടു 3 എന്നുള്ള ലൈന്, എക്സ് ഈക്വൽ ടു 0 എന്നുള്ള ലൈൻ, ഇത് y ആക്സിസ് തന്നെയാണ്. ആൻഡ് ദ കർവ്. ഇനി നമ്മൾ തിരിച്ച് ചെയ്യുന്ന എന്താ നോക്കിയാൽ, നമ്മൾ ഈ കർവ് തന്നെ 0 മുതൽ 3 വരെ y ആക്സിസിന്റെ ആണ് വേരി ചെയ്യുന്നത് വിചാരിക്കുക. y ആക്സിസ് ആണ് വേരി ചെയ്യുന്നതെങ്കിൽ എനിക്ക് എന്ത് കിട്ടും? ഈ 0യ്ക്കും അപ്പോൾ എന്താ ചെയ്യുന്നത്? y is equal to 0 ഈ ലൈൻ, y is equal to 3 ഈ ലൈൻ, പിന്നെ കർവ് ആൻഡ് y ആക്സിസ് എന്നാ നോക്കാം. കണ്ടോ, അപ്പോൾ എനിക്ക് കിട്ടുന്നത് ഈ സെയിം ഏരിയ തന്നെയായിരിക്കും കിട്ടുക. അപ്പോൾ ഇതൊരു സിമെട്രിക്കൽ കർവ് ആയതുകൊണ്ട് നമ്മൾ എക്സിനെ ഇന്റഗ്രേറ്റ് ചെയ്താലും വൈക്ക് ഇന്റഗ്രേറ്റ് ചെയ്താലും ഏരിയ സെയിം ആയിരിക്കും. പക്ഷേ ഇന്റഗ്രേറ്റ് ചെയ്യുന്നതിന് വ്യത്യാസം ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇത് ഏത് കർവ് എടുത്താലും നമുക്ക് അതുപോലെ തന്നെ നമുക്ക് ഇതിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഈ ഒരു ഫോർമുലയിൽ നമുക്ക് പഠിക്കാൻ സാധിക്കുന്നത്. ഓക്കെ മക്കളെ, ഓക്കെ. ഇനി നമ്മൾ രണ്ട് കർവ് ഇവിടെ ഉണ്ട്. നോക്കുക, ഈ ഗ്രാഫിലേക്ക് നോക്കുക, രണ്ട് കർവ് ഉണ്ട്. ഒന്ന് y is equal to x സ്ക്വയർ എന്ന് പറഞ്ഞ ഗ്രാഫാണ്. അതിന്റെ ഈ അപ്പർ പോർഷൻ മാത്രമേ ഉള്ളൂ. y is equal to x സ്ക്വയർ, അല്ലെങ്കിൽ y is equal to x സ്ക്വയർ കിടപ്പുണ്ട്, അല്ലെങ്കിൽ റൂട്ട് എക്സ്, y സ്ക്വയർ ഈസ് ഈക്വൽ ടു എക്സ്. ഒന്ന് y സ്ക്വയർ ഈസ് ഈക്വൽ ടു എക്സ് എന്നുള്ള കർവ്, മറ്റൊന്ന് x സ്ക്വയർ ഈസ് ഈക്വൽ ടു y എന്നുള്ള കർവ്. മേളിലേക്ക് പോകുന്ന ഇത് y ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ, ഇത് മറ്റൊന്ന് y ഈസ് ഈക്വൽ ടു റൂട്ട് എക്സ്, അല്ലെങ്കിൽ x ഈസ് ഈക്വൽ ടു y സ്ക്വയർ എന്നുള്ള കർവ്. രണ്ട് ഗ്രാഫ്.
ഒന്ന് y സ്ക്വയർ ഈസ് ഈക്വൽ ടു എക്സ്, എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു വൈ, രണ്ട് ഗ്രാഫ്. ഞാൻ ഇത് രണ്ടും കൂടെ കൂട്ടിമുട്ടിയ പോയിന്റ് കണ്ടുപിടിച്ചു. ഇതാണ് പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ. ഒരു പോയിന്റ് എനിക്ക് വേണ്ടത്, സപ്പോസ് എനിക്ക് വേണ്ടത് ഈ ഏരിയ ആണെന്ന് വിചാരിക്കുക. ഇതിനിടയ്ക്കുള്ള ഈ ഒരു ഏരിയ ആണ് എനിക്ക് വേണ്ടത്. നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ സാധിക്കും? നമ്മുടെ തിയറി ഓഫ് ഇന്റഗ്രേഷൻ അനുസരിച്ച് നമ്മൾ ഈ 0 മുതൽ, ഇതാണ് എക്സ് വേരിയബിൾ, സപ്പോസ് ഞാൻ 0 മുതൽ ഈ 1 വരെ ഈ കർവിന്റെ അണ്ടറിലുള്ള ഏരിയ കണ്ടുപിടിക്കാനായിരിക്കും. ഈ ഗ്രീൻ കളറിലുള്ള കർവ്, ഗ്രീൻ കളർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം y is equal to root x ആണ്, അല്ലെങ്കിൽ y സ്ക്വയർ is equal to x എന്നുള്ള ഗ്രാഫാണ്. y സ്ക്വയർ is equal to x. ഇതെടുത്ത് കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്നത് ഈ കർവിനും ഈ x equal to 0 എന്നുള്ള പോയിന്റിനും x equal to 1നും ഇടയ്ക്കുള്ള ഏരിയ ആണ് അല്ലേ? എന്ന് വെച്ചാൽ ഇതല്ലേ, x equal to 0, x equal to 1, ഇപ്പോൾ ഒരു ബൗണ്ടറി ആയി, x equal to 0 ആയി, x equal to 1 ആയി, ആൻഡ് ദി എക്സ് ആക്സിസ് എന്ന് വെച്ചാൽ ഇതായി, മൂന്നാമത്തെ ബൗണ്ടറി ആയി, ആൻഡ് ദി കർവ്. അപ്പോൾ ഈ ഒരു ഏരിയ ആണ് എനിക്ക് കിട്ടുന്നത്. ആ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? ഏരിയ എന്ന് പറഞ്ഞാൽ നമുക്കൊന്ന് നോക്കിക്കാം മക്കളെ. ഞാൻ ആദ്യത്തെ y is equal to x square, y is equal to x square എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഈ കളറിൽ പോകുന്ന ഗ്രാഫാണ് y is equal to x square. അപ്പോൾ y എപ്പോഴും പോസിറ്റീവ് ആണ്. ഈ ഓറഞ്ച് കളറിൽ പോകുന്ന ഗ്രാഫാണ് അതിൻ്റെ കർവ്, y is equal to x square. ദെൻ അടുത്തത് y is equal to root x എന്ന് പറഞ്ഞ ഗ്രാഫാണ്, അല്ലെങ്കിൽ ഇവിടെ തന്നിട്ടുണ്ട് ഈ ഗ്രീൻ കളറിൽ കാണുന്ന ഗ്രാഫാണ് y is equal to root x. ഞാനതിനെ മനസ്സിലാക്കാൻ വേണ്ടി, രണ്ട് കർവുള്ളതുകൊണ്ട് കൺഫ്യൂഷൻ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി y is equal to x square എന്നുള്ളത് ഈ ഓറഞ്ച് കളറിൽ കാണുന്നത്, അതിനെ ഞാൻ y1 എന്ന് വിളിച്ചു. അപ്പോൾ ഇതാണ് y1ൻ്റെ കർവ്, ഇത് y1. ഇതാണ് y2 എന്നുള്ള ഗ്രാഫ് എന്ന് വെച്ചാൽ y is equal to root x. അപ്പോൾ ഇതാണ് ഈ y2 എന്നുള്ള ഗ്രാഫ്. ഇനി ഞാൻ അപ്പം y1 എന്ന് പറഞ്ഞാൽ x1 സ്ക്വയർ, എക്സ് സ്ക്വയർ, y2 എന്ന് പറഞ്ഞാൽ റൂട്ട് എക്സ്, രണ്ടും ഇൻ ടേംസ് ഓഫ് എക്സിലാണ്. അപ്പം ഞാൻ ഈ കർവിനെ, അതായത് ഗ്രീൻ കളർ ഉള്ള കർവിനെ ഇൻ്റഗ്രേറ്റ് ചെയ്തു. ഇതുപോലെ ഇവിടെ 0 മുതൽ 1 വരെ, 0 to 1 y dx ചെയ്തെന്ന് വിചാരിക്കാം. ആക്ച്വലി അത് വരുന്നത് എന്താണ്? y2 ആണ് അല്ലേ? അപ്പം എനിക്ക് ഈ ഏരിയ കിട്ടും. ഇനി ഞാൻ ഇതാണ് ചെയ്യുന്നത് വിചാരിക്കുക. അവിടെ വേരി ചെയ്യുന്നത് എന്താന്ന് നോക്കാം നമുക്ക്. 0 to, അവിടെ നമ്മൾ വേരി ചെയ്യുന്നത് 0 to 1 ആണ്. അവിടുത്തെ കർവ് എന്ന് പറഞ്ഞാൽ ഈ കർവാണ്, ഓറഞ്ച്. അതിൻ്റെ അണ്ടറിലുള്ള ഏരിയ ബിറ്റ്വീൻ ഇത് കിട്ടും. അപ്പോൾ നമുക്ക് എന്താ കിട്ടും നോക്കാം. 0 to 1 ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന y dx ആണ്, അല്ലെങ്കിൽ y1 dx എന്ന് എഴുതാം. അപ്പോൾ എനിക്ക് കിട്ടുന്ന ഏരിയ എന്താണെന്ന് അറിയുമോ? എനിക്ക് കിട്ടുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ ഇതായിരിക്കും. ശരിയല്ലേ? നോക്കിക്കേ, ഈ 0 മുതൽ 1 വരെ ഈ കർവിൻ്റെ അണ്ടറുള്ള ഏരിയ. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ ചെയ്തപ്പോൾ ഈ ഏരിയ ആയിരുന്നു കിട്ടിയത്, രണ്ടാമത് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് ഈ ഏരിയ. എനിക്ക് വേണ്ടത് പക്ഷേ ഇതിനിടയ്ക്കുള്ള ഈ ഒരു ഏരിയ എന്ന് വിചാരിക്കുക. ഈ ഒരു ഏരിയ അത് കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതിയാവും? ഒന്നുകൂടെ നമുക്ക് പോകാം. എനിക്ക് വേണ്ടത് ആ ഒരു ഏരിയ ആണ്. അപ്പോൾ ആദ്യത്തത് എനിക്ക് കിട്ടുന്നത് നോക്കാം, ഇതാണ് എനിക്ക് വേണ്ട ഏരിയ. ഇതെന്ന് പറഞ്ഞാൽ ടോട്ടൽ കിട്ടുന്ന ഏരിയ ഇതാണ്. ആ ഏരിയയിൽ നിന്നും ഈ ഏരിയ അങ്ങ് കുറച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈ ഏരിയ കിട്ടത്തില്ലേ? അപ്പോൾ നമുക്ക് ഈ രണ്ട് കർവിന് ഇടയ്ക്കുള്ള ഏരിയ ആയല്ലോ. അപ്പോൾ എന്താണ് എഴുതാം? ആദ്യത്തെ ഏരിയ എന്ന് പറഞ്ഞാൽ ഏതായിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത്? ഈ ഏരിയ. എനിക്ക് വേണ്ടത് ഈ ഏരിയ എന്ന് പറഞ്ഞാൽ ഈ ഭാഗം 0 to 1 y2ൻ്റെ അണ്ടറിലുള്ള ഏരിയ. ദെൻ അടുത്തത് വേണ്ടത് ഇത്. അപ്പോൾ എന്ത് ചെയ്തു? 0 to 1 സെയിം ഇൻ്റർവൽ ആണ്, y2 dx മൈനസ് 0 to 1 y1 dx അല്ലേ? 0 to 1 y1 dx. ഓക്കെ. അപ്പം ഞാൻ ഈ ഏരിയ ചെയ്യുമ്പോൾ എനിക്ക് ഇതിന് കിട്ടുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ ഇതിനിടയ്ക്കുള്ള ഏത് ഏരിയയാണ്? ഈ ഏരിയ ആണ് എനിക്ക് കിട്ടുന്നത്. അപ്പോൾ പിന്നെ ഈ ഏരിയയുടെയും ഏരിയയുടെ ആവശ്യമില്ല, ഇതിനിടയ്ക്കുള്ള ഏരിയ കിട്ടി. അപ്പോൾ 0 to 1 y2 dx മൈനസ് y1 dx. അങ്ങനെ എഴുതുന്നതിന് പകരം നമുക്ക് വേണമെങ്കിൽ ഒറ്റ ഇൻ്റർവലാക്കി എഴുതാം. 0 to 1 y2 മൈനസ് y1 dx. കണ്ടോ? അപ്പോൾ രണ്ട് കർവ് എനിക്കുണ്ട്. ഒരു കർവ് എന്ന് പറഞ്ഞാൽ y1 dx, അടുത്ത കർവ് എന്ന് പറഞ്ഞാൽ ഞാൻ എടുത്തിരിക്കുന്ന y2. അപ്പോൾ ഇതിനിടയ്ക്കുള്ള ഏരിയ കിട്ടണമെന്ന് എന്ത് ചെയ്താൽ മതി? ആ
പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഒന്ന് പോയിന്റ് ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് 0 ആണ്, അടുത്ത പോയിന്റ് 1 ആണ്. ഈ പോയിന്റ് 1 ഈ 0യ്ക്കും 1നും ഇടയ്ക്ക് പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ കണ്ടുപിടിച്ചു. അവിടെ ഇത് തമ്മിലുള്ള വ്യത്യാസം y2 മൈനസ് y1 dx. അപ്പം ഇതാണ് മക്കളെ ഏരിയ ബിറ്റ്വീൻ ടു കർവ്സ് എന്ന് പറഞ്ഞാൽ. അപ്പൊ അടുത്തതായിട്ട് എഴുതിക്കൊള്ളുക ഏരിയ ബിറ്റ്വീൻ ടു കർവ്സ്. എന്നിട്ട് എഴുതിക്കൊള്ളുക ദി ഏരിയ ബിറ്റ്വീൻ ദ കർവ്സ്, ദി ഏരിയ ബിറ്റ്വീൻ ദ കർവ്സ് y1 is equal to f1x. y1 is equal to f1 function f1x and y2 is equal to f2x. Area between the curves y1 is equal to f1x and y2 is equal to f2x, and the point of intersection x equal to a and x equal to b is, and the point of intersection x is equal to a and x is equal to b is integral. അപ്പോൾ നമ്മൾ ജനറലൈസ് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ സാധിക്കും? ഇന്റഗ്രൽ നമുക്കൊന്ന് ഫോർമുല ആയിട്ട് ഇന്റഗ്രൽ a to b y2 മൈനസ് y1 dx. അതിൻ്റെ മോഡുലസാ. കാരണം ഇത് y2 മൈനസ് y1 പകരം y1 മൈനസ് y2 എടുത്താലും മോഡുലസ് എടുക്കുന്നതുകൊണ്ട് നമുക്ക് സെയിം ഏരിയ തന്നെ കിട്ടും. പോസിറ്റീവ് നെഗറ്റീവ് ഒന്നും പ്രശ്നമല്ല. അപ്പോൾ ഇന്റഗ്രൽ a to b y2 മൈനസ് y1 dx ഏരിയ ബിറ്റ്വീൻ ദി കർവ്സ്. അപ്പം നമുക്ക് ആകെ ഈ ഒരു ചാപ്റ്ററിനകത്ത് നമുക്ക് പഠിക്കാനുള്ള ഈ ഒരു 3 കൺസെപ്റ്റ് മാത്രമേ ഉള്ളൂ, ഈ ഒരു 3 ഫോർമുല മാത്രമേ ഉള്ളൂ നമുക്ക് പഠിക്കാനുള്ളൂ. ഒന്നാമതായി നമ്മൾ പഠിച്ചത് ആദ്യത്തെ ഫോർമുല ഏരിയ അണ്ടർ ദി കർവ് ബിറ്റ്വീൻ ദി x axis, the area under the curve y is equal to f of x between the x axis and the x coordinate x is equal to a and x equal to b is integral a to b y dx. അതിനെ നമ്മൾ മോഡുലസ് ആണ് എടുക്കുന്നത്. സോ a is equal to modulus of a to b y dx. ഇനി രണ്ടാമത് നമ്മൾ പറഞ്ഞത് ഇതായിരുന്നു ഏരിയ ബിറ്റ്വീൻ ദി കർവ്സ്, ഏരിയ അണ്ടർ ദി കർവ് ബിറ്റ്വീൻ ദി y axis, നേരത്തെ പറഞ്ഞ x axis, y axis and the ordinate y equal to c and y equal to d is integral c to d fy dy. വേരി ചെയ്യുന്നത് y ആയതുകൊണ്ട് y കോർഡിനേറ്റ് c to d. then നമ്മൾ പറഞ്ഞത് ഏരിയ ബിറ്റ്വീൻ ദി ടു കർവ്സ് y1 is equal to f1x and y2 is equal to f2x at the point of intersection x is equal to a. ഇവിടെ വേരി ചെയ്യുന്നത് x ആയതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ കിട്ടുന്നത്. x equal to a and x equal to b is y2 minus y1 dx. ഓക്കെ, ഇത് നമ്മൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ സപ്പോസ് നമ്മൾ എടുക്കുന്നത് ഈ ഏരിയ ആണ്, y ആണ് വേരി എന്ന് വിചാരിക്കാം. അപ്പോഴും പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ സെയിം ആണ് അല്ലേ? ഇവിടെ y is equal to 0 ആണ്, ഇവിടെ ഫോർച്ചുനേറ്റ്ലി y is equal to 1. എപ്പോഴും ഈ x 1 ആയതിന്റെ പേരിൽ y 1 ആകണമെന്നില്ല. ഇപ്പൊ ഈ ഒരു പർട്ടിക്കുലർ കാർവിൽ അങ്ങനെ ആയതേ ഉള്ളൂ. അപ്പോൾ സപ്പോസ് y is equal to 0 അല്ലെങ്കിൽ y is equal to c യും y is equal to d ആണെന്ന് വിചാരിക്കാം. അപ്പൊ ഞാൻ ഈ കർവിന്റെ അണ്ടറിൽ ഇങ്ങോട്ടുള്ള ഏരിയ എടുക്കണമെന്ന് വിചാരിക്കാം. അതായത് ഞാൻ ആദ്യം എടുക്കുന്നത് ഈ ഏരിയ, ഈ കർവിന്റെ അണ്ടറിലുള്ള ഏരിയ ഞാൻ വരച്ച് കാണിക്കാം. അതായത് ഈ ഒരു ഏരിയ, ഈ കർവിന്റെ അണ്ടറിലുള്ള ഏരിയ അത് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഇവിടെ മുതൽ ഇവിടെ വരെ ഈ കാവിന്റെ അണ്ടറിലുള്ള ഏരിയ ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണ്? ഓറഞ്ച് കാവ്. ഓറഞ്ച് ചേർന്ന് y1 ആണ്. അപ്പൊ അതിനകത്ത് നമ്മൾ x1 കണ്ടുപിടിക്കണം അല്ലേ? അപ്പോൾ c to d x1 dx x1 dy വരെ. ഇനി ഈ ഏരിയയിൽ നിന്നും നമ്മൾ ഈ ഏരിയ കുറച്ചാൽ പോരെ. ഈ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ കർവിന്റെ, അതായത് രണ്ടാമത്തെ കർവിന്റെ y2നകത്ത് ഇവിടെ മുതലാണ് 0 മുതൽ ഇവിടെ വരെയുള്ള ഏരിയ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് അപ്പോഴും കിട്ടുന്നത് ഈ സെയിം ഏരിയ തന്നെയല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് x വേരി ചെയ്താലും y വേരി ചെയ്താലും പ്രശ്നമില്ല. പക്ഷെ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷന് ലിമിറ്റ് വ്യത്യാസം വരും. അപ്പം ഈ സെയിം തന്നെ കിട്ടും. നമ്മുടെ c to d x2 മൈനസ് x1 dy എന്ന് പറയുമ്പോൾ ലിമിറ്റ് മാറും, പക്ഷെ ഫങ്ഷൻസിന് ഈ ഇന്റഗ്രേറ്റ് ചെയ്യുന്ന മെത്തേഡുകൾക്കൊന്നും x2 മൈനസ് x1 വരുന്നേ ഉള്ളൂ, y2 മൈനസ് y1 പകരം. അപ്പൊ നിങ്ങൾ ഈ ഒരു 3 ഫോർമുല നമ്മൾ പഠിച്ച 3 ഫോർമുല നിങ്ങളൊന്ന് പഠിച്ചു വെച്ചാൽ മതി.
ഇത് വെച്ച് നമുക്ക് മുഴുവൻ പ്രോബ്ലംസ് നമുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പം ഇത് പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് ക്ലിയർ ആയിക്കോളും. അപ്പോൾ നമുക്ക് പ്രോബ്ലംസുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പോൾ നിങ്ങൾ ഈ ഫോർമുല 3 പഠിക്കുക, പ്രോബ്ലംസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. Till then, stay safe and have a nice day.